നിങ്ങളെ സ്വന്തം കൊന്തു ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ സ്വന്തം മിസ്റ്റർ നന്ദു ടെക്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ദ ബഡ്ജറ്റ് കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലാവ ബ്ലേസ്ഡ് കർവ് എന്ന് പറഞ്ഞ 5G എന്ന് പറഞ്ഞ മൊബൈലാണ്. പേര് മാതിരി ഫുൾ കർവാണ്, അതായത് ഡിസ്പ്ലേ കർവാണ്, ബാക്കിലെ പാനലും കർവാണ്. സോ ഫ്രണ്ട്സ്, വേറെ ഒന്നല്ല, ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ഇന്നലെ 2 ദിവസം മുന്നേ നമ്മൾ വോട്ടിട്ടുണ്ടായിരുന്നു ലാവ ബ്ലേസിൻ്റെ കർവിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും യെസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ്, അതുകൊണ്ട് ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലേറ്റ് ആകാതെ തന്നെ പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ജസ്റ്റ് ലുക്കിംഗ് വാവ് ഗുഡ്. ഈ ഒരു കമൻറ്റ് പറ്റിയ ഒരു ചേർച്ചയുള്ള മൊബൈലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കാം. ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് കിടക്കുമ്പോൾ മീഡിയടെക് ഡയമൻസിറ്റിയുടെ 7050 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ എമുലേറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്മൂത്ത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ 64 MB+, 8 MB+, 2 MB വരുന്നുണ്ട്. മാക്രോ ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 32 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും പ്ലസ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കേബിളും കിട്ടും, അതായത് ലൈറ്റ്നിങ് കേബിളിലേക്ക് USB ലൈറ്റ്നിങ് കേബിളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ, അതായത് ഇയർഫോൺ അങ്ങനത്തെല്ലാം കുത്താൻ വേണ്ടിയിട്ടില്ല. ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ 100% ചാർജ് ആവും 80 മിനിറ്റ് കൊണ്ട്. 100% ചാർജ് ആവും. സോ ഗൈസ് കൂൾ. ഇത്രയും കാര്യങ്ങളാണ് ലാവ ബ്ലേസ് കർവ് എന്ന് പറഞ്ഞ മൊബൈലിലുള്ളത്. സോ ഗൈസ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കിടക്കാം. ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡിസൈന് ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക കളറും ആ ഒരു കവറിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കറെല്ലാം പറിച്ച് ആ മൊബൈലിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടും. പിടിക്കുമ്പോൾ തന്നെ നല്ല ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നുണ്ടാവുക. അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ലെവലാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഐഫോണിൻ്റെ വേറെ ഒന്നെന്ന് പറയാം, 3 ക്യാമറയാണ് വരുന്നത്. സോ ഗേസ്, ഐഫോണിനെ കോപ്പി അടിച്ചവന് എന്നും പറയാം, നമുക്ക് ഐഫോണിനെ കോപ്പി അടിക്കാത്ത ആരും ഇല്ല. സോ പക്ഷേ ഇവിടെ വെച്ച് ലാവ ഉണ്ടാക്കിയത് ആ ക്യാമറൻ്റെ കോപ്പിയടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവ ബ്ലേസ് എന്ന് പറഞ്ഞ മൊബൈൽ കർവ് 5G എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഏതാ സാധനം എന്നറിയാം, ഇതുവരെ ആയിട്ട് ആരും എടുക്കാൻ പറ്റാത്ത. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ തന്നെ ഡോൾമി അറ്റ്മോസ്ഫിയറിൻ്റെ സ്പീക്കറും വെച്ചിട്ടുണ്ട്. സോ ഗേസ്, ആ മൂവി എല്ലാം കാണുന്നുണ്ടെങ്കിൽ, അതായത് മെയിനായിട്ട് സലാറ് ഇങ്ങനെ മറ്റേ ഹൊറർ മൂവീസ് എല്ലാം കാണുന്നെങ്കിൽ നല്ല ഗുമ്മെന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാവും. സോ ഗേസ്, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വെക്കാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഹെഡ്ഫോൺ ജാക്ക് വെച്ചിട്ടില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഹെഡ്ഫോൺ ജാക്കും കൂടി വന്നിനെങ്കിലും വേറെ ലെവലായിരിക്കും. അതിന് പകരം അവർ വയറും തന്നിട്ടുണ്ട്, ലൈറ്റ്നിങ് കേബിളും തന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുത്തിയിട്ട് ഫോണിൽ ഇതിലേക്ക് ഇയർഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന സംഭവം എല്ലാം തന്നിട്ടുണ്ട്. ചാർജറും കിട്ടുന്നുണ്ട്, അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സോ ഗൈസ്, വെരി വെരി അടിപൊളി ദ ബഡ്ജറ്റ് കിങ് എന്ന് പറയാം. സോ ഗൈസ്, എല്ലാവരും ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ദ ബഡ്ജറ്റ് കിങ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലാവേൻ്റെ ക്യാമറയും കൂടി കുറച്ചും കൂടി പെർഫോമൻസ് മാറ്റണം എന്നാണ് പറയുന്നത്. 20,000 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ 128 GB പ്ലസ് 8 GB റാമിന് വരുന്നത് 21,000 രൂപയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ലാവ അഗ്നി ഇറങ്ങിയ സമയത്തിന് അതേ ടൈമിൽ ഇറങ്ങിയ മൊബൈലാണിതും. പക്ഷേ അതേ ടൈമിന് ഇറങ്ങിയ മൊബൈൽ അതേ ടൈമിന് അതേമാതിരി ഒരു സംഭവത്തിൽ കൊണ്ടുവന്നതാണ്. കാരണം ലാവക്ക് തോന്നി, കാരണം ഇത്രയും നല്ല പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും പോയിട്ട് കിട്ടില്ല. ബഡ്ജറ്റ് കിങ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്, കർവ് ബാക്ക് പാനൽ കർവാണ് വരുന്നത്, അടിപൊളി ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, ക്യാമറ തന്നിട്ടുണ്ട്, 3 ക്യാമറ വരുന്നുണ്ട്. സോ ഗൈസ്, കർവ്ഡ് ഡിസ്പ്ലേ. ഞാൻ എടുത്ത മൊബൈൽ വിവോയുടെ വിവോ V29E എന്ന് പറഞ്ഞ മൊബൈലാണ്, കർവ് ഡിസ്പ്ലേ ആണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത മൊബൈലിന് 27 സംതിങ് വരുന്നുണ്ട്. സോ 20,000-21,000 രൂപയ്ക്ക് ദ ബഡ്ജറ്റ് കിങ് എന്ന് പറഞ്ഞ മൊബൈലാണ് ലാവ ബ്ലേസ് കർവ് എന്ന് പറഞ്ഞ മൊബൈൽ. സോ ആ പേര് മാതിരി ബാക്ക് പാനലും കർവാണ്, ഡിസ്പ്ലേയും കർവാണ്. ഈ 21,000-20,000 രൂപയ്ക്കെല്ലാം
കർവ് ഡിസ്പ്ലേ ഉള്ള മൊബൈൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ്. ലാഭ കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ 2 മൊബൈലാണ് കൊണ്ടുവന്നത്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം 20,000 താഴെ വരുന്ന മൊബൈൽസിന് ഓഫർ പ്രൈസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 18,000 രൂപയോ 17,000 രൂപയ്ക്ക് ഇപ്പോൾ ലാഭേൻ്റെ മൊബൈൽ കിട്ടും നിങ്ങൾക്ക്. സോ ഗൈസ് വേറെ എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ മൊബൈലാണ് ഈ ജസ്റ്റ് ലുക്കിംഗ് ഗുഡ്. സോ ഗൈസ് ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ്. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കറിയാലോ 80 മിനിറ്റ് കൊണ്ട് 100% ചാർജും ആവും, ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. സോ ഗൈസ് എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ലാഭക്കിടിലാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ സ്വന്തം മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.